ധനുവച്ചപുരം ITIയിൽ വിദ്യാർത്ഥിനിയെ സഹപാഠികളായ വിദ്യാർത്ഥിനികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. 2ാം വർഷ MCA വിദ്യാർത്ഥിനിയായ ദേവികയ്ക്കാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയാണ് ചേരുന്നത്. മേഘ്ന, ഗുഡ് ഈവനിംഗ്. ഇതെന്താണ് സംഭവം? സഹപാഠികൾ തന്നെയാണ് മർദ്ദിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇങ്ങനെയൊരു മർദ്ദനത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാൻ കാരണം? മേഘ്ന, പലതരത്തിൽ സഹപാഠികൾ മർദ്ദിച്ച വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണുന്നതാണ്. അത്തരത്തിലൊരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ധനുവച്ചപുരത്ത് നിന്നാണ് വാർത്ത വരുന്നത്. ITIയിൽ വിദ്യാർത്ഥിനിയെ സഹപാഠികൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. മേഘ്ന മുരളി ചേരുന്നുണ്ട് എന്ന് തോന്നുന്നു. മേഘ്ന, കേൾക്കാമോ? ശ്രീനിത, ധനുവച്ചപുരം ITIയിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ 2ാം വർഷ വിദ്യാർത്ഥിനിയെ 3ാം വർഷ വിദ്യാർത്ഥികളും അതിൽ കുറച്ചധികം 1ാം വർഷ വിദ്യാർത്ഥികളും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബമടക്കം വരുന്നത്. ഇതിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ആഴ്ചയുണ്ടായിട്ടുള്ള ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥിനികൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിനികൾ തന്നെയാണ് അന്നും പ്രശ്നമുണ്ടാക്കിയത്. ശേഷം ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഒരു പകപോക്കൽ എന്ന രീതിയിൽ തന്നെ വന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ ദേവിക എന്ന് പറയുന്ന 2ാം വർഷ വിദ്യാർത്ഥിനി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിലിപ്പോൾ പാറശാല പോലീസിലടക്കം കുടുംബം അതൊരു പരാതിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇതിൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതിൽ ഇപ്പോൾ പറയുന്നത് ഈ വിദ്യാർത്ഥിനികൾ ഭക്ഷണം കഴിച്ചു മടങ്ങുന്നതിനിടയിൽ ഈ ക്ലാസിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി വിദ്യാർത്ഥിനിയെ കൂട്ടമായി, അതായത് 3 വിദ്യാർത്ഥികൾ ചേർന്ന് കൂട്ടമായി മറ്റൊരു വിദ്യാർത്ഥിനിയെ ഈ ദേവികയെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ള വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർ പാറശാല പോലീസിൽ കുടുംബമടക്കം പരാതി നൽകുന്നു. എന്തായാലും അത് സഹപാഠികൾ തമ്മിലുള്ള ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും ഈ ഒരു സംഘർഷത്തിലേക്കും മർദ്ദനത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആഘോഷവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ മർദ്ദനത്തിലേക്കൊക്കെ കടക്കുന്നത്. ഒരു പെൺകുട്ടിക്കാണ് മർദ്ദനമേറ്റതെന്നുള്ള ഇത്ര നാളെ നമ്മൾ കണ്ടിട്ടുള്ളത് ആൺകുട്ടികൾ തമ്മിലുള്ള ഈ വാക്കേറ്റവും കയ്യാങ്കളിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അത് പെൺകുട്ടികളിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ്.